ലാലേട്ടൻ്റെ മോൺസ്റ്റർ, പിന്നെ എലോൺ, രണ്ടും അടപടലം പോയതാണ്. എനിക്കൊന്നും എന്തിനിങ്ങനത്തെ സിനിമകൾ ചെയ്യുന്നു എന്ന് വരെ തോന്നിപ്പോകുന്ന ഒരു അവസ്ഥയായിരുന്നു തിയേറ്ററിൽ ഇരുന്നപ്പോഴത്തേക്ക് തോന്നിയിട്ടുള്ളൂ. ഇഷ്ടപ്പെടാൻ വലിയ ഹൈപ്പിൽ പ്രതീക്ഷിച്ചിരുന്നു. ലിയോ ആദ്യമായിട്ട് ഞാൻ തിയേറ്ററിൽ നിന്ന് പകുതിക്ക് വെച്ച് ഇറങ്ങി വരുന്നതും വാരിശനാണ്. ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ 2023 ക്ലൈമാക്സിലേക്ക് എത്തിയിരിക്കുകയാണ്. എല്ലാ വർഷത്തെയും പോലെ 2023 നിങ്ങൾ കണ്ട ആ ഒരു മികച്ച തിയേറ്റർ എക്സ്പീരിയൻസ് നൽകിയ സിനിമ ഏതാണ്? അതുപോലെ തന്നെ നിങ്ങൾക്ക് തിയേറ്ററിൽ കണ്ടിട്ട് ഇഷ്ടപ്പെടാത്ത ആ ഒരു സിനിമ ഏതാണെന്ന് നമുക്ക് ചോദിച്ചു നോക്കാം. അതുപോലെ തന്നെ ഞാനിപ്പോൾ ഉള്ളത് ഒരുപാട് സിനി ഫൈൽസ് ഒക്കെ ഉള്ള IFFKയുടെ വേദിയിലാണ്. അപ്പോൾ നമുക്ക് നേരെ 2023 ആ ദുരന്തം സിനിമ ഏതാണെന്ന് ചോദിച്ചു നോക്കാം. ഇനി ഭയങ്കര ഹൈപ്പായി പോയിട്ട് നിരാശയായ ഏതെങ്കിലും പടങ്ങളുണ്ടോ? കണ്ടിട്ട് വലിയ പ്രതീക്ഷയെ പോയിട്ട് ഡിസപ്പോയിന്റഡ് ആയ പടങ്ങൾ ഈ വർഷം കണ്ടോ? അങ്ങനെ പ്രതീക്ഷ ജവാൻ എനിക്ക് അത്ര വർക്കായില്ല, പക്ഷെ അതിനത്ര പ്രതീക്ഷയും ഇല്ലായിരുന്നു. പൊതുവെ ഈ വർഷം പടം കാണൽ കുറവായിരുന്നു, അറിയില്ല, മൊത്തത്തിൽ തിയേറ്റർ ഡള്ളായിരുന്നല്ലോ. വലിയ പ്രതീക്ഷയിൽ പോയിട്ട് ഡിസപ്പോയിന്റ് ആയി പോയ ഏതെങ്കിലും സിനിമ ഉണ്ടായിരുന്നു? ആനിമൽ. അത് ഡയറക്ടറിന്റെ പെർസ്പെക്റ്റീവില് വി കാൻ ഡു എനിത്തിങ്, ബട്ട് ദെൻ എനിക്ക് കുറച്ച് പേഴ്സണലി ഡൈജസ്റ്റ് ആയില്ല. Even though movie full scene by scene was nice, theatrical experience ഒക്കെ ഉണ്ട്, but then story line wasn't appealing. ക്യാരക്ടറിനോടുള്ള ഇതാണോ? ക്യാരക്ടറിന്റെ കൈൻഡ് ഓഫ് ലൈഗർ ഈഗർ ആണ് ഇറങ്ങിയത്. ലിഗർ ദേവരകണ്ണൻ, അതൊരു ഇതായിരുന്നു. You didn't like the film? Actually, there is a film I watched 6 months back. It's a family story, but it has got 8 fights. Family story, 3 months back. Which film? RDX. RDX. You didn't like that? I didn't like it. You know, and there's another film where somebody kills a dog. Yeah. One dog. So that fellow takes revenge against another person's dog. It has got 12 fights. Kala, Tobino. Disappointed പടമുണ്ടോ? ചന്ദ്രമുഖിയാണ് സെക്കൻഡ് പാർട്ട്. ഓ, ചന്ദ്രമുഖി. ഓക്കെ, ചന്ദ്രമുഖി 2 മറ്റേ അതിന്റെ ഭയങ്കര ഡിസപ്പോയിന്റ്. ഓക്കെ. ഈ 2023 കണ്ടിട്ട് ഇഷ്ടപ്പെടാതെ ഡിസപ്പോയിന്റഡ് ആയി പോയിട്ട് ഒരു മൂവി ഏതായിരിക്കും? ഒരുപാടുണ്ട്, പക്ഷെ എന്നാലും ഇപ്പൊ ഞാൻ പറയണ ചാവേർ, ബാൻഡ്ര, പിന്നെ റീസെന്റ് പിന്നെ ആന്റണി എനിക്ക് വലിയ തൃപ്തി തോന്നിയില്ല. പക്ഷെ പറഞ്ഞാൽ റീസെന്റ് ബാൻഡ്രയാണ്, ബാക്കിയൊന്നും എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. ഞാൻ ദിലീപേട്ടൻ്റെ ഒരു വൻ തിരിച്ചു വരുമെന്നൊക്കെ പ്രതീക്ഷിച്ച് പോയതാണ്. പക്ഷേ ഒരു ചെറിയ വിഷമം ഉദയകൃഷ്ണൻ ഉള്ളതുകൊണ്ട് എനിക്കൊരു പേടി ഉണ്ടായിരുന്നു. പക്ഷെ ആ പേടി ബാന്ദ്രയാണ് ഇപ്രാവശ്യത്തെ വേസ്റ്റ് മൂവി കണ്ടത്. വേസ്റ്റ് മൂവി ബാന്ദ്രൻ ചാവേർ എടുത്തു പറയണം. അത് ചാവേർ എന്ന് പറഞ്ഞാൽ തിരക്കഥേൻ്റെ രണ്ടിലും തിരക്കഥയാണ് പോരായ്മ. തൃശങ്കു അങ്ങനൊരു മൂവി മതിയായി കണ്ടിട്ട്. ഇവിടെ ഗരുഡനോ? എന്താ ഗരുഡൻ ഇഷ്ടപ്പെടാഞ്ഞേ? കഥ അങ്ങോട്ട് ഇഷ്ടമായില്ല. ഓക്കെ, ഹിറ്റ് അടിച്ച സിനിമയാണ്, ഇഷ്ടപ്പെട്ടില്ല പടം. അവിടെ എനിക്ക് കിങ് ഓഫ് കൊത്ത ഇഷ്ടപ്പെട്ടില്ല. തോൽവി FC എന്ന് പറഞ്ഞൊരു മൂവി ഇറങ്ങിയിരുന്നു. അത് പേര് പോലെ തന്നെ ആ പേരിന് പറ്റിയ മൂവി ആയിട്ട് തോന്നിയിട്ടുണ്ട്. അങ്ങനെ മൂവി ഇറങ്ങിയെന്ന് തന്നെ ചിലപ്പോൾ പലർക്കും പറയുന്നുണ്ടാവില്ല. മറ്റേ ടോവിനോയുടെ നീല ഞാൻ കുറച്ചുകൂടെ എക്സ്പെക്ട് ചെയ്തോണ്ടാണോ എന്ന് വെച്ചാൽ കൊള്ളാം, സ്റ്റിൽ അങ്ങോട്ട് എക്സ്പെക്ടേഷൻ പോലെ വന്നില്ല. ധൂമം ഫഹദ് ഫാസിലിനെ അത്യാവശ്യം എക്സ്പെക്ട് ചെയ്തൊരു പാടായിരുന്നു ഫഹദ് ഫാസിലിനെ ആയതുകൊണ്ട് തന്നെ, പക്ഷെ ഭയങ്കര ഡിസപ്പോയിന്റഡ് ആയിരുന്നു. ശോകം ആദ്യമായിട്ട് ഞാൻ തിയേറ്ററിൽ നിന്ന് പകുതിക്ക് വെച്ച് ഇറങ്ങി വരുന്നതും വാരിശനാണ്. വിജയുടെ വാരിസിനോ? അതെ. അല്ല, ഓൾറെഡി ടയേർഡായിരുന്നു, അതുകൊണ്ടാവാം, അറിയില്ല, വലിയ ഇൻട്രസ്റ്റ് തോന്നിയില്ല. പിന്നെ കൊത്ത പറയുകയാണെങ്കിൽ കൊത്ത, കിങ് ഓഫ് കൊത്ത, അത് പ്രഡിക്റ്റബിൾ ആണല്ലോ. അതുകൊണ്ട് ഫ്ലോപ്പ് ആവുന്നല്ല, എന്തായാലും പുള്ളി പോകുന്നു, വീണ്ടും പുള്ളി വരുന്നു, നടക്കുന്നു. ഡിസപ്പോയിന്റഡ് ആയിരുന്നു. അല്ല, നമുക്ക് ക്ലീഷേ മേക്കിംഗ് ഒക്കെ നൈസാ, പക്ഷെ കൊത്ത ഇഷ്ടപ്പെട്ടില്ല. ഇഷ്ടപ്പെടാൻ വലിയ ഹൈപ്പിൽ പ്രതീക്ഷിച്ചിരുന്നു. ലിയോ എന്തോ ലോകേഷിന്റെ ആ ഒരു ഇൻവിസിബിൾ വിൻഡോ അദൃശ്യജാലകങ്ങൾ. ഓ, അങ്ങനെ പറ. ഇൻവിസിബിൾ. ഓക്കെ, എന്ത് പറ്റി? ഇച്ചിരി അവാർഡ് പടമായിട്ടാണോ? അതും ആക്ടിങ് ഒന്നും അത്ര ഇഷ്ടപ്പെട്ടില്ല, അതിനകത്ത് ആക്ട് ചെയ്യുന്നവർ. ഓക്കെ. അവിടെ ഏതായിരിക്കും? അത് തന്നെയാണ്, ആ മൂവി തന്നെയാണ്. ഞാനിപ്പോൾ ഫെസ്റ്റിവലിനാണ് ആ മൂവി കണ്ടത്, കാണാൻ വേണ്ടി ഇരുന്നതായിരുന്നു. പക്ഷെ എക്സ്പെക്ട് ചെയ്തൊന്നുമില്ല. കാസ്റ്റിംഗ് ആണെങ്കിലും അഭിനയമാണെങ്കിലും
ഓക്കെ. അലമ്പായിരുന്നു. ഇപ്പോൾ നിരാശയായ ഏതെങ്കിലും പടങ്ങളുണ്ടോ? ഫസ്റ്റ് ഷോ ഒക്കെ കാണാൻ പോയിട്ട് അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഒരുപാട് സിനിമകളുണ്ട് ഈ വർഷം. എനിക്ക് എന്താ പറയുക, നമ്മുടെ കുറുക്കൻ മൂവി, ഇപ്പോൾ എക്സാമ്പിൾ കുറുക്കൻ മൂവി, അത് ഞാനാണെങ്കിൽ ശ്രീനിവാസൻ ചേട്ടൻ ചെയ്തിരിക്കുന്ന ആ ഒരു ക്യാരക്ടറിന് ഞാൻ കണ്ടപ്പോൾ അവർ കൊടുത്തിരുന്ന പ്ലോട്ടൊക്കെ വെച്ച് നോക്കുമ്പോൾ വലിയ എന്തോ ഒരു സംഭവം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്ക് അവസാനം കോഴി എന്നൊരു സാധനത്തിലേക്ക് എത്തിച്ച് നിർത്തി പിന്നെ പുള്ളിയെ ഒരു സൈഡാക്കി കളഞ്ഞൊക്കെ കണ്ടപ്പോഴത്തേക്കും ഞാൻ ട്രെയിലർ വെച്ച് കണ്ടിട്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്തൊരു സാധനത്തിൽ നിന്ന് ഒട്ടും ഇല്ലാതായി പോയി. കുറുക്കൻ മാത്രമല്ല, വോയിസ് ഓഫ് സത്യനാഥൻ. എനിക്കറിയില്ല, കുറേ പേര് അതിന് ഭയങ്കര ഭംഗിയായിട്ട് തള്ളുന്നുണ്ട്. പക്ഷേ എനിക്ക് ഓരോ സീനിലും അവിടെ വന്നിരിക്കുമ്പോഴത്തേക്കും നെക്സ്റ്റ് നടക്കാൻ പോകുന്ന ഡയലോഗ് ഉൾപ്പെടെ തിയേറ്ററിൽ നിന്ന് വിളിച്ച് പറയാൻ ഞങ്ങൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ അത്രമാത്രം പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള സിനിമയായിരുന്നു വോയിസ് ഓഫ് സത്യനാഥൻ. എനിക്കും എന്തിനിങ്ങനത്തെ സിനിമകൾ ചെയ്യുന്നു എന്ന് വരെ തോന്നിപ്പോകുന്ന ഒരു അവസ്ഥയായിരുന്നു തിയേറ്ററിൽ ഇരുന്നപ്പോഴത്തേക്ക് തോന്നിയിട്ടുള്ളത്. അത് കുറേ ഉണ്ട്. ഏതായിരിക്കും? മറ്റേ നിവിൻ പോളിയുടെ രാമചന്ദ്ര ബോസ് ആൻഡ് കമ്പനി, വെറും ദുരന്തം. ഓക്കെ. പിന്നെ കിങ് ഓഫ് കൊത്ത. അയ്യോ, അവന്റെ പ്രതീക്ഷയായി പോയി. ഓവറായിരുന്നു, ഭയങ്കര ഇതായിരുന്നു. പിന്നെ വേറെ ഏതായിരുന്നു? ലാലേട്ടൻ്റെ മോൺസ്റ്റർ, പിന്നെ എലോൺ, രണ്ടും അടപടലം പോയതാണ്. ഓക്കെ. ലാലേട്ടൻ്റെ തിരിച്ചുവരാനായി വെയിറ്റിംഗ് ആണ്. തിരിച്ചുവരാനായിട്ട് വെയിറ്റിംഗ് ആണ്. ഇപ്പോൾ നേരിൻ്റെ ട്രെയിലറൊക്കെ കണ്ടപ്പോൾ ഭയങ്കര പ്രോമിസിംഗ് ആയിട്ട് തോന്നി. അറിയത്തില്ല ഇനി തിയേറ്ററിൽ വരുമ്പോൾ. ഓക്കെ, വെയിറ്റിംഗ്. അതെ, വെയിറ്റിംഗ് ആണ്. എനിക്ക് ലിയോ ഇഷ്ടപ്പെട്ടിട്ടില്ല. ലിയോ ഇഷ്ടപ്പെട്ടില്ല? എന്താണ്, റോളക്സ് വരാത്തോണ്ടാണോ? അല്ല, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്തോ. ബാക്കിയുള്ള ഇത് വെച്ച് നോക്കുമ്പോൾ ലിയോ ആണ് ഈ വർഷം ഇഷ്ടപ്പെടാത്ത പടം. കിങ് ഓഫ് കൊത്ത ഫാൻ ഷോ കണ്ടതാണ്, ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. എന്താണ് ഇഷ്ടപ്പെടാഞ്ഞത്? അപ്പുറത്തിന്റെ കൂടിപ്പോയതാണോ? മാസ് കൂടിയതല്ല, ഡബിങ് ഭയങ്കര മോശമായിരുന്നു. ഓവറോൾ ടോട്ടലി അത് ഒരു ഭയങ്കര ഡിസപ്പോയിന്റഡ് ആയിരുന്നു. ലിയോ ഞാൻ ഫസ്റ്റ് 4 മണിക്ക് പോയി കണ്ടു. പക്ഷേ നമ്മുടെ ആസ്വാദന നിലവാരം തൃപ്തിപ്പെടുത്താൻ ലിയോയ്ക്ക് കഴിഞ്ഞില്ല. ഈ ഓവർ ഹൈപ്പിൽ കൊണ്ടുവരുന്ന പടങ്ങൾ, സ്റ്റാർഡം, അതൊക്കെ ഈ ഇൻഡസ്ട്രിക്ക് തോൽവി തന്നെയാണ്. നല്ല പടമാണെന്നുണ്ടെങ്കിൽ എല്ലാവരും പോയി പ്രോത്സാഹിപ്പിക്കും. ലിയോ നല്ല പടമാണ്, എല്ലാവർക്കും അക്സെപ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ ഷുവറായിട്ട് 1000 കോടി കടന്നേനെ. അതിനടുത്ത് നിലവാരം കുറവാണെന്നാണ്. 600 കോടി ഒരു വിജയനെ വെച്ചിട്ട് വിജയുടെ സ്റ്റാർഡം ഏറ്റവും കൂടുതൽ 120 കോടിയുടെ അടുത്തേക്ക് പ്രതിഫലം ചോദിച്ച ആളാണ് വിജയ്. അങ്ങനെ ഒരാളെ വെച്ച് നോക്കുമ്പോൾ 1000 കോടി കടക്കേണ്ട ലെവലുണ്ട് എന്ന് തന്നെയാണ് പറയണത്. കിങ് ഓഫ് കൊത്ത കാണാതിരുന്നതിൽ സന്തോഷമുണ്ട്. അല്ല, അതിന്റെ റിവ്യൂ കണ്ടപ്പോഴേ മനസ്സിലായി. ഇവിടെ ഏതായിരിക്കും? ഐ തിങ്ക് ലിയോ. ലിയോ എന്താണ് ലിയോ ഇഷ്ടം? ആക്ച്വലി ഇറ്റ് വാസ് ഓവർ ഹൈപ്ഡ് എന്ന് തോന്നുന്നു. ഓക്കെ, നോട്ട് ദ പോയിന്റ്. ലിയോ ഇസ് ഓവർ ഹൈപ്ഡ്. പോയിട്ട് ഡിസപ്പോയിന്റ് ആയി പോയ, ദുരന്തമായി പോയ ഏതെങ്കിലും സിനിമയുണ്ടോ? എല്ലാവരും ഒരേ സ്വരത്തിൽ. ഓക്കെ, എന്താണ് കൊത്ത? മൊത്തത്തിൽ കൊള്ളൂല പടം. ഒന്നുമില്ല ഇതിൽ, കൊള്ളൂല. അതിന്റെ ഡയലോഗ്സ് ആണ് ഏറ്റവും ഹൈപ്പിനുള്ളതൊന്നും ഇല്ല.